ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബോൺസായി പോട്ടാണ്. അപ്പം കുറച്ച് വൈറ്റ് സിമെൻറ്റും കുറച്ച് പേപ്പറും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പേപ്പറിൽ ഞാൻ നമ്മളുണ്ടാക്കുന്ന പോട്ടിൻ്റെ നീളം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു 18 സെൻറ്റിമീറ്ററിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ നീളവും വീതിയും എത്ര വേണോ കൂട്ടിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ 3 ഭാഗത്തുനിന്ന് അകത്തോട്ട് ഓരോ സെൻറ്റിമീറ്ററിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെളി സൈഡിൽ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. അതിന് പേപ്പർ കറക്റ്റ് സെൻറ്റർ ഭാഗം മടക്കി വെച്ചിട്ട് മറ്റേ ഭാഗം കൂടെ നമ്മൾ അതേ കണക്ക് തന്നെ കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് 4 പീസ് നമുക്ക് മൊത്തത്തിൽ വേണ്ടി വരും, 2 വലുതും 2 ചെറുതും. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ 2 ചെറിയ പീസും കൂടെ വെട്ടിയെടുക്കുക. എന്നിട്ട് 4 പീസും കൂടെ നമുക്ക് ടാപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 4 സൈഡ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി അതിൻ്റെ അടി സൈഡ് അടച്ചെടുക്കണം. അതിനുവേണ്ടി മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് അടിയിലത്തെ അളവിനനുസരിച്ച് അതിനെ കൂടെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് നമുക്കതിനെ അടച്ചെടുക്കാം. അടി സൈഡിൽ വലിയ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം ടേപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ സൈഡിൽ നിന്ന് നമുക്ക് ചെറിയ വളവെല്ലാം ഉണ്ടെങ്കിൽ ടേപ്പ് പുറം ചേർത്ത് അതിനെ നല്ലവണ്ണം ജോയിൻറ്റ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ പേപ്പറോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നമ്മൾ കട്ടിയുള്ള പേപ്പറിൻ്റെ ബാക്കി പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് മോൾഡിൻ്റെ പുറത്തെ സൈഡിൽ നല്ലവണ്ണം ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സാധാ പത്ര പേപ്പർ ഒട്ടിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ നമുക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയാണ്. വൈറ്റ് സിമെൻറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കാൻ നേരത്ത് ചിലപ്പം നനവ് പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ പേപ്പർ വളന്തിപ്പോവും. അപ്പോൾ അത് നല്ലവണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ട് അടുത്ത് നമുക്ക് വൈറ്റ് സിമെൻറ്റും വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം കലക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒഴിച്ച് എല്ലാ സൈഡിലും അകത്ത് പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം കറക്കിയെടുക്കുക. ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുത്ത് ഏകദേശം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അടുത്ത് സെക്കൻഡ് ലെയറും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ ഒഴിച്ച് അത് നല്ലവണ്ണം ഉണങ്ങിയിട്ട് ഏകദേശം ഒരു 6 പ്രാവശ്യം കൂടെ ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിലൊരു 8 തവണ നമ്മൾ ഇതേ കണക്ക് ഉണങ്ങുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് അകത്തുള്ള ഒരു മീഡിയം കട്ടി നമുക്ക് കിട്ടും. ഒരു 4 ഇഞ്ച് കനം നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അത് മൊത്തത്തിലൊരു 8 പ്രാവശ്യം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം, അപ്പോൾ ഇത് മൊത്തത്തിൽ 8 പ്രാവശ്യം ഒഴിച്ചതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കട്ടി കിട്ടിയിട്ടുണ്ട്. അത് നല്ലവണ്ണം ഉണങ്ങിയിട്ട് ഇനി അതിൻ്റെ പുറത്തുള്ള പേപ്പറെല്ലാം ഇളക്കി മാറ്റാം. ഇപ്പോൾ പേപ്പറെല്ലാം ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഒരുപാട് പേപ്പർ ഇട്ട് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ പേപ്പറിൻ്റെ പാടൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കളയുക. മേലത്തെ ആ ചെറിയ ബോർഡർ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അതിന് 80-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം അടി സൈഡും മൊത്തം തടുപ്പെല്ലാം ഒന്ന് പേപ്പർ ചെയ്തെടുത്ത് ആ പേപ്പറിൻ്റെ പാടൊക്കെ ഒന്ന് നല്ലവണ്ണം ഉരച്ചെടുക്കാം. അപ്പം നല്ല ഫിനിഷിംഗ് ഉള്ള പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പേപ്പർ ഇടേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ അക സൈഡ് നല്ലവണ്ണം പേപ്പർ ചെയ്ത് എടുക്കുമ്പോൾ അകത്തെ തടുപ്പ് എല്ലാം മാറി കിട്ടും. ഇപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് ഇനി അടുത്ത് നമുക്ക് കൊടുക്കേണ്ടത് ഇതിൻ്റെ അടി സൈഡിലുള്ള കാലുകളാണ് 4. അപ്പോൾ അതിനുവേണ്ടി വൈറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക് 4 കട്ടകളായിട്ട് നമുക്ക് അതിനൊന്ന് ചെറിയ കരണ്ടി കൊണ്ട് തേച്ച് വയ്ക്കുക. തേച്ച് വെച്ചിട്ട് അതിനകത്തോട്ടൊന്ന് തിരിച്ച് വയ്ക്കാൻ നേരത്ത് അതിൻ്റെ വെളി സൈഡിലോട്ട് ഒന്ന് തള്ളി നിൽക്കത്തക്ക രീതിയിൽ 2 സൈഡിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തന്നെ കാലുകൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്
നാല് കാല് ഒരേ ഷേപ്പിൽ വരത്തക്ക രീതിയിൽ കറണ്ട് കൊണ്ട് തന്നെ ചെറുതായിട്ട് ഉണങ്ങുന്നതിനനുസരിച്ച് തേച്ച് പിടിപ്പിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലവണ്ണം ഉണങ്ങിയിട്ട് നമുക്കത് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പറും കൂടെ ചെയ്തെടുക്കുമ്പം കാണാൻ നല്ല ലുക്കായിരിക്കും. ഇപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുക എടുത്തേക്കുന്നതെല്ലാം ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ ബോൺസായി പോട്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് കളർ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ആക്രിലിക്കിൻ്റെ ഒറ്റ വൈറ്റ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.